ഹലോ, ഇന്ന് ഞാനൊരു കഥ പറയാം. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കഥ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഒന്ന് തട്ടാനും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു ചെറിയ ആശ്വാസം തരാനും കാരണമാകുമെന്ന് എനിക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ കഥ പറയാം ഇന്നെന്ന് വെച്ചു. ഒരിക്കലൊരു ഉറുമ്പ് എന്നോട് പറഞ്ഞു, ഒരു 500 മീറ്റർ അപ്പുറത്ത് ഒരു നല്ല പാടമുണ്ട്. ആ പാടത്ത് നിറയെ നെന്മണികളുണ്ട്. അപ്പോൾ നെല്ലും പതിരൊക്കെ ആയിട്ട് അവിടെ നിറയെ വീണ് കിടക്കുന്നുണ്ടാവും. കൊയ്ത്തുകാലാവുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ നെല്ല് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് അവിടെ കൊണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് എന്നോട് ആ ഉറുമ്പ് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, കൊണ്ടാക്കി കൊടുക്കാതെ എനിക്ക് ഈസിയാണല്ലോ. ഉറുമ്പ് എന്നോട് പറയുമ്പോൾ ഉറുമ്പിൻ്റെ മനസ്സിലൊരിക്കലും എനിക്കത് ഈസിയാണെന്ന് തോന്നിയിട്ടില്ല. ഉറുമ്പ് ഓർത്തത് ഉറുമ്പിന് അങ്ങോട്ട് നടന്നെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ചിലപ്പോൾ ഉറുമ്പിൻ്റെ ആയുസ് തന്നെ അതോടെ തീർന്നു പോയിട്ടുണ്ടാവും. ഉറുമ്പിന് അത്രയും ദൂരം നടന്നെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എനിക്കത് പറ്റുമല്ലോ. അപ്പോൾ എന്നാണ് ഉറുമ്പ് കരുതി എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ആ പാടെല്ലാം വെള്ളമായിട്ട് കിടക്കുകയാണ്. അവിടെ കൊയ്ത്തിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു, സമയമാവട്ടെ, അപ്പോൾ ഉറുമ്പിനെ കൊണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഉറുമ്പ് ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ എന്നോടിത് പറയും. പക്ഷേ ഞാൻ സമയമാവട്ടെ എന്ന് തന്നെ കരുതി. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ കൊയ്ത്തുകാലൊക്കെ വന്ന് നിറയെ കൊയ്ത നെല്ലിൻ്റെയും പതിരിൻ്റെയൊക്കെ ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ ഉറുമ്പിനെ അവിടെ കൊണ്ടാക്കി കൊടുത്തു. അതും വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഉറുമ്പിനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ഉറുമ്പ് ഇരിക്കുന്ന അവസ്ഥ അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു. ഭക്ഷണം കിട്ടാതെ ഉറുമ്പ് അലയാറായിരുന്നു പതിവ്. പല സ്ഥലങ്ങളിലും ഉറുമ്പ് അലഞ്ഞു തിരിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാലായി അതിന് ശേഖരിച്ച് വെക്കാനൊക്കെയുള്ള ഭക്ഷണം വളരെ ബുദ്ധിമുട്ടിയായിരുന്നു, കഷ്ടപ്പെട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഉറുമ്പ് നിരന്തരം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറക്കാണ്ട് ഉറുമ്പിനെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം വന്നപ്പോൾ അവിടെ കൊണ്ടാക്കി കൊടുത്തത്. വെള്ളമുള്ള സമയമായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതല്ല. നമുക്കൊരു ബെറ്റർ ടൈം വരട്ടെ എന്ന് കരുതിയാണ് പടച്ചോൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, പടച്ചോനോട് ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ ഈ അവസ്ഥയൊക്കെ മാറുമോ, അതൊക്കെ സാധിക്കുമെന്ന്. പടച്ചോൻ അതൊക്കെ വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് വളരെ പെട്ടെന്ന് നമുക്കത് സാധിപ്പിച്ചു തരാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയത്താണ് പടച്ചോൻ നമ്മളെ ദുആ സ്വീകരിക്കുകയും ചെയ്യുക. അതായത് നമുക്ക് ഏറ്റവും ബെറ്റർ ടൈമിലേക്ക് പടച്ചോൻ നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മളെ ആ ഒരു എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടത് അവിടേക്ക് അല്ലാഹു എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക. പടച്ചോൻ അത് കേൾക്കാതിരിക്കില്ല, എന്തായാലും കേൾക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കൊരു ബെറ്റർ സമയം വരുമ്പോൾ പടച്ചോൻ നിങ്ങളെ അവിടെ എത്തിക്കുകയും ചെയ്യും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തുന്നുണ്ടാവുക. നിങ്ങൾ ആഗ്രഹിച്ചെടുത്ത് നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിലേക്ക്. ഓക്കെ, ബൈ.